ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കേരളക്കാരുടെ ഇഷ്ടപ്പെട്ടൊരു വിഭവമായിട്ടാണ് കേട്ടോ. നല്ല ചീനിക്കിഴങ്ങ് പുഴുങ്ങിയതും മുളക് പൊട്ടിച്ചതല്ല, കാന്താരി മുളക് പൊട്ടിച്ചത്. ഈ കോമ്പിനേഷൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഓടി വന്ന് വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്ക് മേടിച്ച് കമൻറ്റ് മേടിച്ച് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്ത് വെക്കാനായിട്ട് മറക്കരുതേ. അപ്പോൾ ചീനിക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ ഇനി പല പേരായിരിക്കും പറയുന്നത്. എനിക്ക് ചീനിക്കിഴങ്ങെന്നും മധുരക്കിഴങ്ങെന്നുള്ള പേരേ അറിയത്തുള്ളൂ കേട്ടോ. അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി കുക്കറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പുപൊടിയും കൂടി ഇട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു വിസിലടിക്കുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് വേഗം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ കാന്താരി ചമ്മന്തിക്ക് വേണ്ടിയുള്ള കാന്താരിയും അതുപോലെ തന്നെ ചുമന്നുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. സവോളനെക്കാട്ടി ഒന്നും കൂടി ടേസ്റ്റ് ചുമന്നുള്ളിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇന്ന് ചുമന്നുള്ളി വെച്ചിട്ടുള്ള കാന്താരി ചമ്മന്തിയാണേ. അതും കൂടെ മിക്സിയുടെ കുഞ്ഞ് ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒത്തിരി അങ്ങ് അരിഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല സെറ്റായിട്ടുള്ള കാന്താരി ചമ്മന്തി റെഡിയാകും. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ചോറിൻ്റെ കൂടെയോ കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെയോ എന്തിൻ്റെ വേണമെങ്കിലും കൂടെ കഴിക്കാം കേട്ടോ. അപ്പോൾ കേരളത്തിലുള്ള ആൾക്കാരോട് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് അറിയാം. എന്നാലും നമ്മൾ ചെയ്തപ്പോഴത്തേക്കും ഒന്ന് വീഡിയോ കിട്ടുന്നേ ഉള്ളേ. അപ്പോൾ നന്നായിട്ടൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടെ കുറച്ചിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പം ഉപ്പ് കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ച് കൊടുക്കുന്നുള്ളേ. അപ്പോൾ ഒരു കൈ ഫോൺ പിടിച്ചുകൊണ്ട് ഇളക്കുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ആടി നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ മാറ്റി വെച്ച് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി കാന്താരി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചൂട് ചോറിൻ്റെ കൂടി ഇട്ട് കഴിഞ്ഞാൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ലേ. അപ്പോഴത്തേക്ക് കാന്താരി ചമ്മന്തി റെഡിയായി. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മധുരക്കിഴങ്ങ് റെഡിയാവും കേട്ടോ. പനി പിടിച്ചായിരുന്നു, അതുകൊണ്ടാണ് ഒരു ശ്വാസം മുട്ടലും കഫക്കെട്ടിൻ്റെ ആയതുകൊണ്ട് പറയാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോയും ഷോർട്ട് വീഡിയോ എല്ലാം കുറച്ച് ദിവസമായിട്ട് കുറവാണ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ട് ചീനിക്കിഴങ്ങും വെന്തിട്ടുണ്ട്. ഒത്തിരി വെന്ത് പോയിട്ടും ഇല്ല, എന്നാൽ വേഗാതിരുന്നിട്ടില്ല, കറക്റ്റ് പാകമാണ്. അപ്പോൾ അതിന് കഴിഞ്ഞിട്ട് തേങ്ങ അരച്ച കിളിമീൻ കറിയും കൂടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. മുളക് പൊട്ടിച്ചതിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ, എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നതേ ഉള്ളേ. ഈ കിളിമീൻ കറിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, കണ്ടില്ലാത്തവർ ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കണം. തേങ്ങ അരച്ച് വെച്ച് നല്ല അടിപൊളി കിളിമീൻ കറിയാണ്. കിളിമീൻ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കരുത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കിളിമീൻ വറക്കുന്നതും കൂടെ ഉണ്ട് കേട്ടോ. തല വെച്ച് വെട്ടിയിട്ടാണ് വറക്കുന്നത്. എണ്ണ ഒഴിച്ച് കഴിഞ്ഞപ്പം കുറച്ച് കരിയാപ്പലയും കൂടി ഇട്ട് കൊടുത്തിട്ട് മീനെല്ലാം പെറുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി മീൻ വറുത്തതും തേങ്ങ അരച്ച കിളിമീൻ കറിയും മുളക് പൊട്ടിച്ചതും പിന്നെ ചീനിക്കിഴങ്ങും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസും ഷോർട്ട് വീഡിയോസും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഗായ്സ്. ടാറ്റാ.